Ernakulam passengers via Alapi is at platform number 3. ഹലോ ഹലോ എന്താ ആൾക്കാരാന്ന് നോക്കിയോണേ. ഇപ്പോഴത്തെ തലമുറയുള്ള ആൾക്കാർ എന്തെങ്കിലും മൊബൈൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ മൈൻഡില്ല. ഭൂമി ഉലക്കം വന്നാലും അവനത് മൊബൈലിൽ കൂടെ കാണത്തുള്ളൂ. അറിയത്തില്ല അമ്മ. കഷ്ടം ചെയ്യാനാണ്. ഹലോ ഇവിടെ ഇരിക്കാൻ ഞാൻ ഇരിക്കുന്ന കണ്ടില്ലേ? ഹലോ സുഹൃത്തെ, ഒരു ഉപകാരം ചെയ്യുമോ? എന്താ? ഈ സീറ്റ് ഒന്ന് മാറി തരുമോ? ഒരു പ്രായമുള്ള ആളെ ഇരുത്താൻ വേണ്ടിട്ടാ. ആരെ? അച്ഛനാണേ. ഓ സോറി ഇരുന്നു. എന്താ കുഴപ്പമില്ല, അച്ഛനല്ലേ കുഴപ്പമില്ല. ഹലോ, ഇവിടെ ഇരുന്നു. ഇല്ല അതിപ്പോ റെഡിയാവും. Ernakulam passengers ആ via Alapi is at platform number 3. ഇയാളെ ബാഗ് എടുത്ത് വെക്കണായിരുന്നു. ഞാനിരുന്ന സീറ്റിലോട്ട് എടുത്ത് മാറ്റിക്കേ. എനിക്കിരിക്കണം അവിടെ. അല്ല, ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടല്ലേ വെച്ചത്. എടോ, നിങ്ങളുടെ അച്ഛൻ ഒരു പ്രായമുള്ള ഒരാളല്ലേ, അയാൾ ഇരുന്നോട്ടെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ മാറുന്നത്. അച്ഛനെയാണെങ്കിൽ ഇരുത്തിയിരിക്കുന്നേ. വായല്ലേ ഇരിക്കുന്നത്? ഇല്ലെന്നേ, അത് പറഞ്ഞ പോലെ അച്ഛനാ ഇത്. അച്ഛനാണോ? ചിതാഭസ്മോ? അപ്പൊ മരിച്ചുപോയി. മരിക്കാതെ പിന്നെ എന്റെ അത് ചുരുട്ടിക്കയറ്റി കയറ്റാൻ പറ്റിയില്ല. മരിച്ചുപോയി. എന്റെ ചിതാഭസ്മ ഗംഗയിൽ ഒഴുക്കാൻ വേണ്ടിട്ട് കൊണ്ടുപോകായിരുന്നു. ആണോ? ഞാൻ ആ റൂട്ടാ. ആണല്ലേ? ഓഹോ ശരി. നാട്ടിലെവിടെയാ? നാട്ടിൽ ഞാനിവിടെ ആലപ്പുഴ. ഓഹോ ശരി. അപ്പൊ ഇത് കൊണ്ടേ അവിടെ ഒഴുക്കണം. ഒരേ ഒരു മോനാണ് ഞാനേ. അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മരിച്ചു കഴിഞ്ഞാല് ഗംഗയിൽ കൊണ്ട് ഒഴുക്കണമെന്ന്. അങ്ങനെ അത് ഒഴുക്കാൻ വേണ്ടിട്ട് പോകും. എങ്ങനെ മരിച്ചെന്ന് പറഞ്ഞ അച്ഛന് ഈ പുഴമീൻ എന്ന് പറഞ്ഞ ജീവനാ. ഭയങ്കര ഇഷ്ടമാണ് പുഴമീൻ. അങ്ങനെ ഞങ്ങളുടെ അവിടെ എല്ലാവരും ഈ വെള്ളത്തിൽ കറണ്ട് അടുപ്പിച്ചു മീനെ പിടിക്കുവേ. അങ്ങനെ ഒരു ദിവസം അച്ഛൻ വന്നേച്ചും 2 കമ്പി എടുത്തോണ്ട് വന്ന് മേളത്തെ ഇതില് ലൈൻ കമ്പിയിലേക്ക് കുരുക്കി വെച്ചും വെള്ളത്തിലേക്ക് മുക്കി. അപ്പൊ മീനെല്ലാം കൂടെ ഇങ്ങനെ പാളി ഓടുന്ന കണ്ടപ്പം അച്ഛന് ഭയങ്കര ഹവ മൂത്തു. ഹവ എന്ന് പറഞ്ഞ ആർത്തി മൂത്തു മീനോടുള്ള. അച്ഛനെടുത്ത് വെള്ളത്തിലേക്ക് ഒരൊറ്റ ചാട്ടം. മീൻ ചത്തു പൊങ്ങുന്നതിന് മുമ്പ് അച്ഛൻ ചത്തു പൊങ്ങി. 2 കയ്യിലും ഓരോ വരാലും ഉണ്ടായിരുന്നു, വായിലൊരു പരലും ഉണ്ടായിരുന്നു അച്ഛന്റെ. അങ്ങനെ മരിച്ചുപോയതാ. മരിച്ച് ആഗ്രഹം തീർക്കാൻ വേണ്ടി എങ്ങനെ ഒഴുക്കാൻ വേണ്ടി കൊണ്ടുപോകാം. Very beautiful place. I love Goa. Beaches, paragliding and pub, night pub, gambling. It's amazing. Baby, I am so much excited. വിദേശികളാണ് തോന്നുന്നത്. Baby, come on. Oh, Yeah, come. okay, let's go. Enjoy. അടിച്ചു കളിക്കുക. അതൊക്കെ പറഞ്ഞൊക്കെ അച്ഛൻ കേൾക്കും. ഇതിനെന്തൊന്നും ഇഷ്ടല്ലേ? ഒരു സെക്കൻഡേ, അതിനാ ഒച്ച വെക്കുന്നേ. ഫ്രഞ്ചീസ് എന്ന് പറഞ്ഞ ചുട്ട് കേൾക്കാതിരിക്കാൻ വേണ്ടി മാറ്റി വെച്ചത് അച്ഛൻ. എല്ലാം ചെവി കൊടുക്കും, എല്ലാ കാര്യത്തിലും. Very funny. Baby, smile. Oh wow. മറ്റേ പുള്ളിക്കാരനെ എനിക്ക് നല്ല പരിചയം പോലെ. ഇല്ല, പേര് കേട്ടില്ല. ഇസ്മയിൽ. അങ്ങനെ ആരെങ്കിലും അറിയാമോ? ഇസ്മയിൽ എന്നല്ല, അത് ഫോട്ടോ എടുക്കുന്നതിന്റെ സ്മൈൽ എന്നാ പറഞ്ഞു. ചിരിക്കാൻ പറഞ്ഞ നല്ല പരിചയം ഉണ്ട് അയാളെ എനിക്ക്. ഇവിടെ ഉള്ള ആളല്ല, അയാള് അവരുടെ മദാമയുടെ കൂടെ വന്നു. എന്റെ ഒരു പഴയ കൂട്ടുകാരനാണ്. എന്റെ കൂടെ 1ാം ക്ലാസ് തൊട്ട് 4ാം ക്ലാസ് വരെ പഠിച്ചവനാണ്. നിങ്ങളുടെ അവിടെ പഠിച്ച ഒരാളെ ഒരു ഫിഗറും ഇല്ല. കൃഷ്ണൻകുട്ടി. എന്തോ? ക്രിസ്റ്റഫർ. അത് ക്രിസ്റ്റഫറാ. അല്ല, ഓന്ന് വിളി കേട്ട്. ഓന്ന് പറഞ്ഞാ ഇംഗ്ലീഷ്. അതൊക്കെയാ ആണല്ലേ? പക്ഷെ എനിക്ക് നല്ല സംശയമുണ്ട്.
ഇവൻ എന്റെ ക്ലാസ്മേറ്റ് ആണ്, എന്റെ കൂടെ പഠിച്ചതാണ്. ഇവന്റെ അച്ഛന് താറാവ് കൃഷിയാ. താറാകൃഷി താറാവിന്റെ കണ്ടത്തിലൊക്കെ ഇറക്കിയുള്ള കൃഷിയാ. ഇവനും ആ കൂടെ ഒക്കെ പോവുക. I will take the. നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ബാ, ബാ, ബാ. എന്ത് What, പണിയാണ്? baby? No, nothing. You carry on. Okay. എടാ നീ കൃഷ്ണൻകുട്ടിയല്ലേടാ? അതൊക്കെ എന്തിനാ ഇവിടെ വിളിച്ച് പറയണത്? ഞാനിപ്പോ ക്രിസ്റ്റഫറാണ്. എന്നതാ ക്രിസ്റ്റഫർ. കൃഷ്ണൻകുട്ടി? നീ ക്രിസ്റ്റഫറായോ? ആ, ഇപ്പൊ നിനക്കെന്നാ ജോലി എന്തായാലും? ഞാനിപ്പോ അതൊക്കെ വിട്ട്, താറാവിന്റെ ഇടപാടൊക്കെ വിട്ട്. പിന്നെ എന്നിട്ട് ഞാനിപ്പോ ഗൈഡല്ലേ, ഇന്റർനാഷണൽ ഗൈഡല്ലേ. ഓഹോ. ആ, ഇതേതാ ഇതിപ്പോ എന്റെ പുതിയ ഗേൾ ഫ്രണ്ടാണ്. സിക്സ് എന്ന് വെച്ചാ? നമ്മുടെ സെറ്റപ്പ്. ഞാൻ ഇവിടെ കൊണ്ട് ഗോവയ്ക്ക് പോവാ. അവിടുന്ന് നേരെ ഊട്ടി, അത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ, മൈസൂർ, ഇങ്ങനെ കറങ്ങി ഫുൾ ടൈം Baby. ചില്ലിക്കാണ്. യെസ് ബേബി. Come, baby. Come on. Come on, baby. ലക്കി മാനായിട്ട് ലക്കി മാനറിയില്ല. അല്ലെന്ന് ഇവൻ നാട്ടില് താറാവിന്റെ കൃഷി ഉണ്ടായിരുന്നു. എനിക്ക് നല്ലോണം ഒന്നും അറിയാം. പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യൻ മാറണം, മാറി ചിന്തിക്കണം. എന്നാലും അവന് മദാമയൊക്കെ അവന് കിട്ടുക എന്ന് പറഞ്ഞ നാട്ടിൽ നിന്ന് പോലും അവന് പെണ്ണ് നിങ്ങളുടെ കൂട്ടുകാരനായിട്ട് അങ്ങനെ പറയാൻ എന്തെങ്കിലും ഉണ്ടോ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ മാറ്റി പിടിക്കാം. അതാണ് സംഭവം. അതാണ് നിങ്ങൾ എങ്ങനെ ഇത്ര സുഹൃത്തുക്കൾ ഉണ്ടായിട്ട് നിങ്ങൾ ഇതൊക്കെയായിട്ട് നടക്കുള്ളത്. അല്ല, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതെന്റെ എന്നാന്നറിയോടാ, ഞാനേ എന്റെ അച്ഛൻ മരിച്ചു പോയിരുന്നു. നീ അറിഞ്ഞില്ലല്ലോ അല്ലേ? അയ്യോ, അച്ഛൻ മരിച്ചാ? അച്ഛൻ മരിച്ചു. ഓ, അപ്പൊ ഞാൻ അതിന്റെ നാട്ടിലില്ലടാ. ചിതാഭസ്മം ഗംഗയിൽ എടുക്കാൻ വേണ്ടിട്ട് ഓ, പോവാണ്. ഓക്കെ. നിങ്ങളിപ്പോ ഗോവയ്ക്ക് പോകുന്നു? ഗോവയ്ക്ക് പോകുന്നു. എടാ, ഇവിടെ ഫ്രഞ്ചാണ് ഉള്ളത്. ഫ്രഞ്ചുകാരിയാണോ? ആ, ഒരു കാര്യം എന്ന് പറഞ്ഞെ പ്ലീസ്. Oh, okay. Carry on. എന്നോടൊന്ന് പരിചയപ്പെടുത്തടാ. മുമ്പ് ആദ്യമായിട്ട് കണ്ടതല്ലേ? നിനക്ക് എന്ത് ഭാഷ അറിയാം? അതൊന്നും ശരിയാവുന്നില്ല. അതിന് നിനക്കും ഭാഷ അറിയാലോ? അല്ല, എന്നാലും എനിക്ക് പിടിച്ചു നിൽക്കാനായിട്ട് ഈ സെറ്റപ്പുകളും പിന്നെ അല്പം മുറി ഇംഗ്ലീഷ് ഒക്കെ അറിയാലോ. അതൊക്കെ വെച്ചല്ലേ ഞാനും ശകല ഇംഗ്ലീഷ് പറഞ്ഞു നിന്നോളഞ്ഞു. ഒന്ന് പരിചയപ്പെടുത്തി എടാ, ഒന്നാമത്തെ ഇവിടെ ഫ്രഞ്ച് കീസിന്റെ ആളാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ അപ്പൊ ഫ്രഞ്ച് കീസാണ്. ആ, ഒന്ന് പരിചയപ്പെടുത്തടാ പ്ലീസ്. എടാ ഞാൻ നോക്കട്ടെ. പ്ലീസ് ഒന്ന് പരിചയപ്പെടുത്ത. ഹായ് ബേബി. What, baby? Come on. What? This is my childhood friend. Oh, nice. What's your name? Name പറയ്. Tell me. name റാംചോ. What? റാംചോ. രാമൻ എന്നല്ലേ നിന്റെ പേര്? നിനക്ക് നിന്റെ പേരെന്നായിരുന്നു? കൃഷ്ണൻകുട്ടി. അത് മാറ്റിട്ട് എന്നെ ആക്കിയത്? ക്രിസ്റ്റഫർ. അതാക്കിയില്ലേ? എന്നാ പിന്നെ എനിക്ക് റാംച ആക്കാം. റാംച. Ramcha. Oh, nice name. എന്റെ സംസാരിച്ചിട്ട് കുഴപ്പമില്ലല്ലോ. നീ സംസാരിക്കടാ. എന്റെ അച്ഛൻ Sleep. His father is died. Oh, so sad. മൂക്കി പഞ്ഞിയൊക്കെ വെച്ച് പോയി. എന്റെ ചിതാഭസ്മം കത്തിച്ച്. What? Ash. Oh, Ash. ഗംഗ ആറ്റില്. Oh, I love Ganga. അവിടെ ലൂസ് മോഷൻ. You lose motion? Into the pot and Ganga flow. ഫ്ലോ. Oh, ഫ്ലോ. Yes. so sad. ഇതാണൊന്ന് പരിചയപ്പെടുത്ത. But you looking so beautiful and I love him. Okay? പോരെ പോരെ പോരെ. ഓക്കെ. പക്ഷെ നിനക്ക് തന്നത് എനിക്ക് തന്നില്ല. എന്ത്? മറ്റേ എടാ, അങ്ങനെയല്ല, അതിന് കമ്പനി ആവണ്ടേ. ഓ. ആ, അവള് ഭയങ്കര കമ്പനിയുള്ള പെണ്ണാണ് അവള്. Baby, ശരി. baby, Yeah. just me. ഒറ്റ മിനിറ്റടാ, എന്നെ വിളിക്കാം. ഓ, യാ. എന്നാ പറഞ്ഞു? അളിയാ, എന്റെ കാര്യത്തിൽ അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടെന്നാ പറഞ്ഞത്. എന്നാ പറഞ്ഞു എന്നെ കുറിച്ച്? അവൾക്കൊരു ഫ്രഞ്ചീസിന് താല്പര്യം ഉണ്ടെന്ന്. എന്നോട്? പക്ഷെ നീ ഞങ്ങളുടെ കൂടെ ഗോവയ്ക്ക് വരേണ്ടി വരും. നിങ്ങള് ഈ ഗോവയിൽ നിൽക്കി, ഞാൻ കൊണ്ട് ഒഴുക്കിയിട്ട് തിരിച്ച് വന്ന് ഗോവയിൽ ജോയിൻ ചെയ്യാം. അതൊന്നും പറ്റില്ല. ഗോവയിൽ എത്തിയാൽ ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യും. പിന്നെ ഞങ്ങൾ എൻജോയ്മെന്റ് ആയിരിക്കില്ലേ, പിന്നെ പൊളിയായിരിക്കുള്ളൂ. പിന്നെ നിനക്ക് സമയമല്ലോ കേട്ടോ. ട്രെയിൻ ഞങ്ങൾ വേറൊരു മാറ്റർ Baby, സംസാരിച്ചോണ്ടിരിക്കുകയാണ്. calm down. ഓ, എടാ, ഞാൻ വരാടാ, ഞാൻ വരാം, കാണാം. നല്ല ചാൻസ് എനിക്ക് കിട്ടിയതാ. എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്നാ പെണ്ണ്. പക്ഷെ എനിക്കിത് കൊണ്ട് അവിടെ ഒഴുക്കുകയും ചെയ്യണം, അശ്ശോ. കാര്യങ്ങളൊക്കെ ചെയ്യണം. ഏത് വഴിക്കാന്നാ പറഞ്ഞേ?
ഞാൻ ഗംഗ വഴിക്കാ പോകുന്നത്. അതിലേ അതിലേ പോകുന്നത്. പോകുന്ന വഴിക്ക് ഒന്ന് ഇറങ്ങി അവിടെ അവിടെ സ്റ്റോപ്പ് ഒന്നും കാണത്തില്ല അധിക സമയത്തൊന്നും. അല്ല, സ്റ്റോപ്പ് ഇല്ലെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങണ്ട. നിങ്ങൾ ബാത്റൂമിൽ പോവല്ലോ, ബാത്റൂമിൽ പോകുന്ന വഴിക്ക് ആ ഡോർ തുറന്നു വെച്ച് ഗംഗ കാണുമ്പോ നേരെ ഗംഗയിലേക്ക് എടുത്തിട്ടേക്കണം. ഒന്ന് ചെയ്യൂ. ഓക്കെ, വളരെ ഉപകാരം കേട്ടോ. ഓക്കെ, നിങ്ങൾ ട്രെയിൻ വന്നോ? ഓക്കെ, ശരി എന്നാ. അച്ഛാ പോയിട്ട് വാ അച്ഛാ. ഞാനിങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് എന്നോട് മനസ്സുകൊണ്ട് അച്ഛന് കണക്കവും കാര്യങ്ങളും ഒന്നും തോന്നില്ല. ഇത് എന്റെ അടുത്ത കൂട്ടുകാരനാ, പുള്ളി എല്ലാം ചെയ്തോളൂ അച്ഛാ. ഓക്കെ ഓക്കെ, ശരി. ഡാ ഇനി വന്നേ. ചിതാഭസ്മേ, ഞാനിപ്പോ എന്റെ കൂട്ടത്തിരുന്നല്ലേ, കണ്ട് അവിടെ വെച്ച് പരിചയപ്പെട്ട അവന്റെ കൊടുത്ത് ഒഴുക്കാണ്ട് ഗംഗയ്ക്ക് വിട്ടു. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നമുക്ക് ഒരുമിച്ച് നേരെ ഗോവയിലേക്ക് പോവാം. ഞാൻ ബില്ലിംഗാണ്. അത് നമ്മൾ ഗോവ ചെല്ലുന്നതിന് മുമ്പേ ഇവിടെ വെച്ച് ഒരെണ്ണം തന്നിട്ട് ബാക്കി ഗംഗച്ചൻ തന്നാ മതി എന്ന് പറ. എന്ത് ഫ്രഞ്ച് മറ്റേ നിങ്ങളുടെ അവിടെ ഞാൻ സംസാരിച്ചു നോക്കട്ടെ പുള്ളിക്കാരനോട്. മൂഡ് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. മൂടൊക്കെ ഞാൻ ഉണ്ടാക്കി എടുത്തോളാം. നീ സംഭവം ഒന്ന് അവതരിപ്പിച്ചാ മതി. ഓക്കെ ചെല്ലി ബേബി. ഓക്കെ ആണല്ലേ? അവള് തയ്യാറാണെന്നാ പറഞ്ഞത്. നീ ഒന്ന് ജസ്റ്റ് അങ്ങോട്ട് പറയും. എനിക്കൊരു ചെറിയ ചളിപ്പുണ്ടോ, നാണമുണ്ട്. Let's start. Okay, start. Our French kiss. The first question is, who was the first French president? Tell me. എന്നാ പറഞ്ഞേ? എന്നാ പറഞ്ഞു? നീ അതിന് ഉത്തരം പറയണം. ഉത്തരം ഇതിന്റെ ടാസ്ക് ഒക്കെ ഉണ്ടോ? ടാസ്ക് ഒന്നുമില്ല, നീ അതിന് മറുപടി പറയണം. Who was the first French president? ഇത് ഞാൻ ചോദിച്ചത് ഉമ്മ, അത് ഇത് വേറെ എന്തോ പറയുന്നേ. ആ ഉമ്മ കിസ് ചീപ്പാണോടാ? ചീപ്പോ? എടാ ഫ്രഞ്ച് കിസ്. Tell me the answer. പിന്നെ നിങ്ങൾ അവിടെ പോയി ഈ ഒച്ചയല്ല അവിടെ നിന്ന് കേട്ടല്ലോ. എന്റെ ദൈവം, അവിടെ ഒരു പൂച്ച വെച്ച് കിടപ്പുണ്ട്. അതിന്റെ കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടി ഇവിടെ എന്നെ വിളിച്ചോണ്ട് പോണത്. എനിക്ക് പൂച്ചയെന്ന് പറഞ്ഞ പ്രാന്താണ്. ഉമ്മയല്ലേ? ഉമ്മയൊന്നുമല്ല, നീ എവിടത്തുകാരനടാ. 3 മാസമായി ഞാൻ ഇവളുടെ കൂടെ കൂടിട്ട്. ഇവരൊക്കെ തറവാടികളല്ലേ. കഴുകാന്ന് ആദ്യം പറയണ്ടേ? എന്റെ അച്ഛന്റെ ചിതാഭസ്മം വെല്ലുവിളിയെ കൈ കൊടുത്തു വിട്ടിരിക്കാൻ ഒഴുക്കാനായിട്ട് വിലയായി പോയി. ആത്മാവ് എന്നെ ശപിക്കും അച്ഛന്റെ, അറിയോ? അതൊക്കെ ആദ്യം ആലോചിക്കണം. എന്നെ നീ ഒറ്റ കാരണങ്ങൾ ഉണ്ടാക്കിയത്. ഞാൻ എന്റെ കാരണം ഉണ്ടാക്കി. കിസ്സെന്ന് പറഞ്ഞു വെച്ചു മനുഷ്യനെ ആഗ്രഹിപ്പിച്ച് എന്നിട്ട് ചോദ്യം ചോദിക്കുന്ന പെമ്പുറ. പോയില്ലേ? പോയില്ല. സമാധാനമായി കേട്ടോ. ചിതാഭസ്മം ഞാൻ തന്നെ കൊണ്ട് ഒഴുക്കിക്കോളാം. ചിതാഭസ്മം കൊടുത്തു വിട്ടു. കൊടുത്തു വിട്ടെന്നോ? അത് എനിക്ക് അറിയാവുന്ന ശാന്തമ്മ ചേച്ചി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തു വിട്ടു. പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് വന്ന് ഞാൻ കേറാൻ വേണ്ടി കമ്പിയിലോട്ട് കൈയെടുത്ത് വെച്ചു. കൈയെടുത്ത് വെച്ചപ്പോ ഞാനും വരുന്നു നിങ്ങളുടെ കൂടെ ഗോവയ്ക്ക്. എനിക്കും വേണം ഫ്രഞ്ചീസ്. ഫ്രഞ്ചീസ് വേണമല്ലേ? നിൽക്കുന്നു ഫ്രഞ്ചീസ്. പോയി കേറി കൊടുക്കടാ.